നമസ്കാരം, ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. പോണ്ട മുനിസിപ്പൽ കൗൺസിൽ 6 വർഷത്തിന് ശേഷം ഏപ്രിൽ മുതൽ വീടുകളുടെ നികുതി വർദ്ധിപ്പിച്ചു. 2022 നികുതി വർധനാ ശ്രമം പൊതുജന വിയോജിപ്പിനെ തുടർന്ന് പിൻവലിച്ചിരുന്നു. PMC ചെയർപേഴ്സൺ ആനന്ദ് നായിക്കിന്റെ അഭിപ്രായത്തിൽ ഗാർഹിക വീടുകൾക്ക് 3 രൂപ ചതുരശ്ര മീറ്ററിനും വാണിജ്യ യൂണിറ്റുകൾക്ക് 5 രൂപ ചതുരശ്ര മീറ്ററിനും വർദ്ധിപ്പിച്ച് യഥാക്രമം 10 രൂപ ചതുരശ്ര മീറ്ററിനും 25 രൂപ ചതുരശ്ര മീറ്ററുമായി. 2019 5 രൂപ ചതുരശ്ര മീറ്ററിൽ നിന്ന് 7 രൂപയായി വർദ്ധിപ്പിച്ചിരുന്നു. 2022 വീടുകൾക്ക് 15 രൂപ ചതുരശ്ര മീറ്ററിനും വാണിജ്യ യൂണിറ്റുകൾക്ക് ചതുരശ്ര മീറ്ററിന് 100 രൂപയും എന്ന നിർദ്ദേശം ജനരോഷം മൂലം ഉപേക്ഷിച്ചു. ഗോവയിലെ മറ്റ് മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ചതുരശ്ര മീറ്ററിന് 20 രൂപ വരെ നികുതി ഈടാക്കുന്നുണ്ട്. ഭരണച്ചിലവുകൾ നിറവേറ്റാനാണ് ഈ വർധന എന്നും പോണ്ടയിലെ ജനങ്ങൾ 2019 നികുതി നിരക്കാണ് ഇപ്പോഴും അടയ്ക്കുന്നതെന്നും നായിക് വ്യക്തമാക്കുന്നു. ക്രിയേറ്റീവ് വിമൻ എന്ന അഖിലേന്ത്യാ വനിതാ സംഘടനയുടെ 5ാം വാർഷിക സമ്മേളനം വിവിധ പരിപാടികളോടെ മെയ് 10-11 തീയതികളിൽ ഗോവയിലെ പനാജിയിലെ അശോക് സമ്രാട്ട് ഹാളിൽ വെച്ച് ആഘോഷിച്ചു. ഗോവയുടെ പ്രഥമ വനിതയും കലാകാരിയുമായ അഡ്വക്കേറ്റ് റീത്ത ശ്രീധരൻ പിള്ള മുഖ്യ അതിഥിയും സാധന മുകുന്ദൻ വിശിഷ്ട അതിഥിയുമായി എത്തി. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 60ലധികം വനിതകൾ പങ്കെടുത്ത ഈ സമ്മേളനത്തിൽ കഥ, കവിത, നൃത്തം, ഗാനം, അഭിനയം തുടങ്ങിയ വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി. കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്ത ഈ സംഘടന പ്രശസ്തരും അപ്രശസ്തരുമായ കലാകാരികളെ ഒരേ വേദിയിൽ ഒന്നിപ്പിച്ചു. ഗോവയിലെ എഴുത്തുകാരികളായ രാജശ്രീ നായർ, പ്രീത പി നായർ എന്നിവരുടെ പ്രയത്നങ്ങളും ശശികല ശങ്കർ, സലീല ദിനുകുമാർ, സുധാ ജിതേന്ദ്രൻ എന്നിവരുടെ നേതൃത്വവും ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടി. ഗോവയിലെ സാംസ്കാരിക പ്രമുഖർ ആശംസകൾ അർപ്പിക്കാനെത്തി. ചടങ്ങിൽ അംഗങ്ങളുടെ പുസ്തകങ്ങളുടെ പ്രകാശനവും നടന്നു. ക്രിയേറ്റീവ് വിമന്റെ ഈ പരിപാടി എല്ലാവരുടെയും മനം കവർന്നു. 1.6 കോടിയുടെ മയക്കുമരുന്നുമായി നൈജീരിയൻ പിടിയിൽ. പനാജിയിൽ ഗോവ പോലീസ് ക്രൈംബ്രാഞ്ച് മെയ് 11 1.6 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടികൂടി. പാറയിൽ നടത്തിയ റെയ്ഡിൽ 23-കാരനായ നൈജീരിയൻ പൗരൻ നന്യ ലുഗോ അബസിലിയെ പിടികൂടി. 60 ഗ്രാം കൊക്കൈൻ, 99 ഗ്രാം ബ്രൗൺ ഹെറോയിൻ, 1.1 ഗ്രാം എക്സ്റ്റസി, 19 ഗ്രാം ക്രിസ്റ്റൽ MA എന്നിവയും കണ്ടെടുത്തു. ഇയാൾ 2024 നൈജീരിയൻ വിദ്യാർത്ഥി വിസയിലാണ് ഇന്ത്യയിലെത്തിയത്. ഗോവ പോലീസ് മയക്കുമരുന്ന് കടത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചതായി ക്രൈംബ്രാഞ്ച് SP രാഹുൽ ഗുപ്ത പറഞ്ഞു. 2025 68.3 കോടി രൂപയുടെ മയക്കുമരുന്നും 74 പേരെയും അറസ്റ്റ് ചെയ്തു. ഇതിൽ 57 കോടിയുടെ മയക്കുമരുന്ന് ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തു. 2 അന്താരാഷ്ട്ര മയക്കുമരുന്ന് കടത്ത് ശൃംഖലകളും പിടികൂടി. അന്വേഷണം തുടരുന്നു. ഗോവയിലെ ആദ്യത്തെ ക്യാരവൻ പാർക്കിനായി പെർണമില കേരിയിൽ 17,000 ചതുരശ്ര മീറ്റർ ഭൂമി വിനോദസഞ്ചാര വകുപ്പിന് റവന്യൂ വകുപ്പ് കൈമാറുന്നു. ഈ ബുക്ക് ട്രാൻസ്ഫർ സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി ഉടൻ അവതരിപ്പിക്കും. ക്യാരവൻ പാർക്കിൽ 230 വോൾട്ട് വൈദ്യുതി, മലിനജല ഡിസ്ചാർജ്, ശുദ്ധജല ഇൻലെറ്റ്, വിനോദ സൗകര്യങ്ങൾ എന്നിവ ഉണ്ടാകും. ഗോവ സർക്കാർ ക്യാരവൻ ടൂറിസം, എയറോ ടൂറിസം, മറൈൻ ടൂറിസം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതിയിടുന്നു. സ്വകാര്യ നിക്ഷേപത്തിന് നയപരമായ പ്രോത്സാഹനവും മോട്ടോർ വാഹന നികുതി റീഇംബേഴ്സ്മെന്റും വാഗ്ദാനം ചെയ്യുന്നു. പെർണമിലെ തിരക്കേറിയ ബീച്ചുകളിൽ നിന്ന് മാറി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നു. സാങ്ക്വേമിലെ കലായിലെ ഉപേക്ഷിക്കപ്പെട്ട ലാറ്ററൈറ്റ് ക്വാറിയിൽ വ്യാവസായിക മാലിന്യങ്ങൾക്ക് തീപിടിച്ച് 2ാം ദിവസവും തീ. വിഷപ്പുകയും രൂക്ഷമായ രാസഗന്ധവും കോസ്റ്റിയിലേക്ക് വ്യാപിച്ചതോടെ നാട്ടുകാർക്ക് ശ്വാസതടസ്സവും അസ്വസ്ഥതയും അനുഭവപ്പെടുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡ് വായു ഗുണനിലവാരം നിരീക്ഷിക്കുന്നുണ്ട്. ഡെപ്യൂട്ടി കളക്ടർ, മാമലദാർ, ഫയർ, ആരോഗ്യം, പോലീസ് വകുപ്പുകൾ സ്ഥലത്ത് പ്രവർത്തിക്കുന്നു. സമീപവാസികളെ മാറ്റിപ്പാർപ്പിച്ചു. കുട്ടികൾ, ഗർഭിണികൾ, വൃദ്ധർ എന്നിവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നാട്ടുകാർ ആശങ്കപ്പെടുന്നു. അധികാരികൾ തീ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. 2021 അനുവദിച്ച 700 ഓഫ് ഗ്രിഡ് സോളാർ പമ്പുകളിൽ 14% മാത്രം സ്ഥാപിച്ചതിനാൽ ഗോവയുടെ PM കുസും പദ്ധതി പിന്നോക്കമാണെന്ന് റിപ്പോർട്ടുകൾ. 100 പമ്പുകൾ മാത്രമാണ് ഇപ്പോൾ സ്ഥാപിക്കുന്നത്. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം 2025 ഡിസംബർ 31 വരെ സമയം നീട്ടി നൽകിയെങ്കിലും പുരോഗതി മെച്ചപ്പെട്ടില്ലെങ്കിൽ ഇത് റദ്ദാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. 50 മെഗാവാട്ട് ഊർജ്ജോൽപാദന ലക്ഷ്യത്തിൽ 4 മെഗാവാട്ടിന്റെ കരാറുകൾ മാത്രമാണ് ഒപ്പിട്ടത്. ഇൻസ്റ്റലേഷനുകളൊന്നും നടന്നിട്ടില്ല. 1.7 മെഗാവാട്ട് ഗ്രൗണ്ട് മൗണ്ടഡ് സോളാർ പ്ലാന്റുകൾ മാത്രമാണ് സ്ഥാപിച്ചത്. ഗോവ എനർജി ഡെവലപ്മെന്റ് ഏജൻസിയോട് പദ്ധതി വേഗത്തിലാക്കാൻ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഗോവയിൽ ജൂൺ 1 മുതൽ ജൂലൈ 31 വരെ 61 ദിവസത്തെ മത്സ്യബന്ധന നിരോധനം ഫിഷറീസ് വകുപ്പ് പ്രഖ്യാപിച്ചു. മെക്കാനിക്കൽ പ്രൊപ്പൽഷൻ, ട്രോൾ നെറ്റ്,
ഫെർസീൻ നെറ്റ് എന്നിവ ഉപയോഗിക്കുന്ന മത്സ്യബന്ധനം നിരോധിച്ചു. 10 HP വരെയുള്ള ഔട്ട്ബോർഡ് ഇൻബോർഡ് മോട്ടോറുകളുടെ രജിസ്റ്റേർഡ് മോട്ടോറൈസ്ഡ് കനോകൾക്ക് ഗിൽനെറ്റ് ഉപയോഗിച്ച് മത്സ്യബന്ധനം അനുവദിക്കും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കാനാണ് ഈ നടപടിയെന്ന് ഫിഷറീസ് ഡയറക്ടർ യശസ്വിനി ബി വ്യക്തമാക്കി. 1980 ഗോവ മറൈൻ ഫിഷിംഗ് റെഗുലേഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. മത്സ്യബന്ധന നിരോധനം കർശനമായി നടപ്പാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഗോവയിൽ മൺസൂൺ ആരംഭിക്കാൻ 2 ആഴ്ച മാത്രം ശേഷിക്കെ റോഡുകളുടെ അവസ്ഥ ഗുരുതരം. ആർപ്പോറ, സാലിഗാവ് എന്നിവിടങ്ങളിൽ അണ്ടർഗ്രൗണ്ട് കേബിളിംഗ്, പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കൽ എന്നിവയ്ക്ക് റോഡുകൾ കുഴിച്ചിട്ടുണ്ട്. പൂർത്തിയാകാത്ത ജോലികൾ മൺസൂണിൽ കുഴികൾ, വെള്ളക്കെട്ട്, ഗതാഗത പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും. കഴിഞ്ഞ വർഷം റോഡുകളുടെ ശോചനീയ അവസ്ഥയെ തുടർന്ന് പൊതുജന പ്രതിഷേധം ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് റോഡ് നന്നാക്കാൻ നിർദ്ദേശിച്ചെങ്കിലും വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ല. ടൂറിസ്റ്റുകളെയും നാട്ടുകാരെയും ബാധിക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. കർണാടകത്തിന്റെ കൽസ പണ്ടൂര ജലപദ്ധതിക്കായി ഖാനാപൂർ താലൂക്കിലെ നേരസെ ഗ്രാമത്തിൽ 28.44 ഹെക്ടർ വനഭൂമി വിനിയോഗിക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം താൽക്കാലികമായി നിർത്തിവെച്ചു. പിങ്കട്ട് വന്യജീവി സങ്കേതത്തിന് 0.029 കിലോമീറ്റർ അടുത്താണ് പദ്ധതി പ്രദേശം. ഈ മേഖലയിൽ കടുവ, പുലി തുടങ്ങിയ അപകടകരമായ ജന്തുക്കളും സസ്യജന്തുജാലങ്ങളും ഉണ്ട്. റീജിയണൽ എംപവേർഡ് കമ്മിറ്റി സ്ഥലപരിശോധന നടത്താൻ തീരുമാനിച്ചു. ജൈവ വൈവിധ്യ സംരക്ഷണ പദ്ധതി തയ്യാറാക്കാൻ കർണാടകത്തോട് ആവശ്യപ്പെട്ടു. വന്യജീവികളെ ബാധിക്കുന്നതിനെക്കുറിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അഭിപ്രായവും തേടി. അക്വേം ബാക്സോ ഗ്രാമസഭയിൽ ഹൗസ് ടാക്സ് നിരക്ക് വർധനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം. പഞ്ചായത്ത് നിർദ്ദേശിച്ച ചതുരശ്ര മീറ്ററിന് 4 രൂപയിൽ നിന്ന് 40 രൂപയാക്കാനുള്ള നീക്കത്തെ അംഗങ്ങൾ എതിർത്തു. സിദ്ദേശ് ഭഗത്ത്, ജൂലിയോ കോഡ്രോസ് എന്നിവർ നേതൃത്വം നൽകി. ഒടുവിൽ സർപഞ്ച് 8 രൂപയ്ക്ക് സമ്മതിച്ചു. പഴയ ഓട് വീടുകൾ, പട്ടികവർഗ വീടുകൾ എന്നിവയ്ക്ക് ഇളവ് ആവശ്യപ്പെട്ടു. ദബോലിം വിമാനത്താവളത്തിനടുത്ത് നിരോധിത ഫണൽ സോണിൽ അനധികൃത മലയിടിച്ചിൽ. ചിക്ലിം പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് വർക്ക് ഓർഡർ ഉണ്ടായിട്ടും പ്രവൃത്തി തുടർന്നിരുന്നു. പോലീസിനെ വിളിച്ച് യന്ത്രങ്ങൾ പിടിച്ചെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഡൽഹി ആസ്ഥാനമായ സംഘമാണ് ഇത് നടത്തുന്നതെന്ന് ആരോപണമുണ്ട്. നിയമലംഘനം തുടർന്നാൽ കർശന നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സൊൻസൊഡോ മാലിന്യ സംസ്കരണത്തിൽ സർക്കാരിനും മർഗോ മുനിസിപ്പൽ കൗൺസിലിനും വ്യക്തതയില്ലെന്ന് ഫറ്റോഡ MLA വിജയ് സർദേശായി. ONGC മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർദ്ദേശിച്ചെങ്കിലും MLAയെയും നാട്ടുകാരെയും വിശ്വാസത്തിലെടുക്കാതെ പദ്ധതി അനുവദിക്കില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മുൻപ് സൊൻസൊഡോ ഡംപ് വൃത്തിയാക്കാൻ കോടികൾ ചെലവഴിച്ചിരുന്നു. ഇപ്പോൾ അർബൻ ഫോറസ്റ്റ്, മാലിന്യ പ്ലാന്റ് എന്നിവയെക്കുറിച്ച് ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. ബെനോളം ബീച്ചിൽ അനധികൃതമായി കച്ചവടം നടത്തിയ 3 അനധികൃത കച്ചവടക്കാരെ ടൂറിസം പോലീസ് അറസ്റ്റ് ചെയ്തു. മത്സ്യത്തൊഴിലാളി പെലെ ഫെർണാണ്ടസിന്റെ വീഡിയോ വൈറലായതിനെ തുടർന്നാണ് പോലീസ് നടപടിയെടുത്തത്. കച്ചവടക്കാരുടെ സാധനങ്ങൾ കണ്ടുകെട്ടി. ബീച്ചിനടുത്ത് ഷോപ്പുകളിൽ നിന്ന് പോലീസ് പെട്രോളിംഗ് ഇല്ലാത്തപ്പോൾ ഇവർ കച്ചവടം നടത്തുന്നു. പതിവ് പെട്രോളിംഗ് വേണമെന്ന് പെലെ ആവശ്യപ്പെട്ടു. ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് 2011-2019 CRZ നിയമങ്ങളിൽ ഇളവ് വരുത്താൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. 2018 മുതൽ മണൽ ഖനനം നിരോധിച്ചത് ഉപജീവനത്തെയും മണൽ വിതരണത്തെയും ബാധിച്ചു. ആൻഡമാൻ നിക്കോബാർ മാതൃകയിൽ കേസ് അനുസരിച്ച് ഖനനത്തിന് പ്രത്യേക പദവി ആവശ്യപ്പെട്ടു. എന്നാൽ NIOയുടെ പഠനത്തിൽ നദിയുടെ മുകൾ ഭാഗത്ത് മണൽ കുറവാണെന്നും വെള്ളപ്പൊക്ക സാധ്യതയുണ്ടെന്നും കണ്ടെത്തി. സിയ പരിസ്ഥിതി അനുമതി നൽകിയെങ്കിലും GCZMAയ്ക്ക് CRZ നിയന്ത്രണങ്ങൾ കാരണം അനുമതി നൽകാനാകുന്നില്ല. അനധികൃത റോഡ് വീതികൂട്ടൽ നടത്തിയതിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. അഞ്ചിനയിൽ MLAമാരായ മൈക്കിൾ ലോബോയും ഡെലേല ലോബോയും അനധികൃത റോഡ് വീതികൂട്ടൽ നടത്തിയതിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. ഔദ്യോഗിക ഉത്തരവില്ലാതെ പ്രവൃത്തി നടത്തിയെന്ന് ആരോപണം. നാട്ടുകാർ ഉടൻ പ്രവൃത്തി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. ലോബോ ദമ്പതികൾ വിവാദത്തിൽപ്പെട്ടു. പ്രദേശവാസികൾ റോഡ് വികസനത്തിന്റെ സുതാര്യത ചോദ്യം ചെയ്തു. പ്രതിഷേധം ശക്തമാക്കി. അസഗാവോയിലെ ഒരു റെസ്റ്റോറന്റ് മുൻ ജനറൽ മാനേജർ ഗുൽഷൻ കുമാർ സിംഗിനെതിരെ 4.37 കോടി രൂപയുടെ തട്ടിപ്പ് കേസ്. ആരോപണത്തിൽ അഞ്ജന പോലീസ് ഗുൽഷൻ കുമാർ സിംഗിനെ അറസ്റ്റ് ചെയ്തു. 2021 ഓഗസ്റ്റ് മുതൽ 2025 ഫെബ്രുവരി വരെ ബില്ലിംഗ് ഡേറ്റ മാറ്റി 1.88 കോടിയും കമ്പനി അക്കൗണ്ടിൽ നിന്ന് 2.38 കോടിയും സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നാണ് ആരോപണം. സിംഗിനെ ദില്ലിയിൽ നിന്നാണ് പിടികൂടിയത്. 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു.
അസോസി മണ്ടൂർ ഗ്രാമസഭയിൽ സ്വകാര്യ വനമേഖലകളിൽ പ്രൊജക്ടുകൾ അനുവദിക്കുന്നതിനെതിരെ ആശങ്ക ഉയർന്നു. AAP നേതാവ് പ്രൊഫസർ രാംറാവോ വാഗ് ഇത്തരം അനുമതികൾ ഗ്രാമത്തിന്റെ പച്ചപ്പ് നശിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. സോണിംഗ് മാറ്റമില്ലാതെ പ്രൊജക്ടുകൾ അനുവദിക്കപ്പെടുന്നതിനെ വിമർശിച്ചു. നാട്ടുകാർ, പഞ്ചായത്ത്, വിവിധ വകുപ്പുകൾ എന്നിവർ ഉൾപ്പെടുന്ന സംയുക്ത പരിശോധന ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് അക്കൗണ്ടുകളുടെ ഓഡിറ്റ് 2019 മുതൽ നടന്നിട്ടില്ലെന്നതും ചർച്ചയായി. സംഗോൾഡയിലെ ഒരു ഹോട്ടലിൽ അതിക്രമിച്ചു കയറിയ 2 പേർക്കെതിരെ കേസ്. മപ്സയിൽ നിന്നുള്ള ആത്മാറാം ഗഡേക്കറും ഇമ്രാനും സംഗോൾഡയിലെ കാസഡി കാറ്റ്സൺ ഹോട്ടലിൽ അനധികൃതമായി കടന്ന് ജീവനക്കാരുടെയും അതിഥികളുടെയും അനുമതിയില്ലാതെ വീഡിയോ റെക്കോർഡ് ചെയ്തതിന് സാലിഗാവ് പോലീസ് കേസെടുത്തു. ഞായറാഴ്ച രാത്രി 10 മണിക്ക് നടന്ന സംഭവത്തിൽ ഇവർ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. PI രാഹുൽ പരബിന്റെ നേതൃത്വത്തിൽ FIR രജിസ്റ്റർ ചെയ്തു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.